ശരിക്കും സാജൻ ചേട്ടൻ ഇതൊക്കെ ഇപ്പോൾ സാജൻ ചേട്ടൻ തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് ഇങ്ങനെ വന്നത് എന്നുള്ളതാ. പഠിച്ചെടുത്താൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇതോ? പഠിച്ചാൽ നമ്മളത് പഠിക്കുകയും വേണം, ഒരു പരിശ്രമവും വേണം. പിന്നെ അതിനുവേണ്ടി നമ്മൾ ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ പദസമ്പത്ത് നമുക്കുണ്ടാകണം. നല്ല കവികൾ എത്രയോ മനോഹരമായി നല്ല ഗാനങ്ങൾ എഴുതുന്ന എത്രയോ നല്ല കവികളുണ്ട്. അവർ മലയാളം സംസ്കൃതമൊക്കെ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥമാണ് അവരെഴുതിപ്പോയാൽ പിന്നെ തീർന്നു. ഇനി അത് തിരുത്താൻ പറ്റില്ല. കുഞ്ഞുനാളിലാണെങ്കിൽ പെൻസിൽ നമ്മുടെ കയ്യിലുണ്ട്, പിന്നീട് വരുന്നത് പേനയാണ്. പിന്നെ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അവരെഴുതിയ വാക്കുകൾ, അവരെഴുതിയ കഥകൾ, കവിതകൾ, നോവലുകൾ എന്ന് വേണ്ട എല്ലാം അതിനകത്തെല്ലാം വായിക്കുമ്പോൾ ഒരു സുഖം തോന്നി പിന്നീട് മടക്കി വെക്കാതെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നത് ആ എഴുത്തിൻ്റെ സുഖമാണ്. ഒരു പാട്ട് ജനിക്കുന്നത് തന്നെ കവിതയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് സംഗീതം നൽകുമ്പോൾ ജീവൻ വെച്ചു. അത് നന്നായിട്ട് ഒരാൾ ആലപിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ കയറുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് പങ്കുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ആ പാട്ട് പാടി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റാൻ കാശ് മുടക്കിയ ഒരു പ്രൊഡ്യൂസർക്കും അതിനകത്ത് നന്നായിട്ട് പങ്കുണ്ട്. പക്ഷേ ചില ആളുകൾ പാട്ട് കേൾക്കുമ്പോൾ ഇത് ആരെഴുതി എന്ന് നമ്മൾ അറിയാം. അത് അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ശ്രീകുമാരൻ നമ്പി സാറും വയലാർ സാറും പി ഭാസ്കരൻ മാഷും. അവരൊക്കെ എഴുതി വെച്ചേക്കണ ഗിരീഷ് പുത്തഞ്ചേരി സാറ്, അങ്ങനെ അവരൊക്കെ എഴുതി വെച്ചേക്കണ പാട്ട് കേൾക്കുമ്പോൾ അവരിന്നും നമ്മുടെ ഹൃദയങ്ങളിലൂടെ ജീവിക്കുകയാണ്. എനിക്ക് നല്ല പാട്ട് പാടാനുള്ള ഒരു കഴിവില്ലായിരുന്നു. അപ്പോൾ ഞാൻ തമാശക്കെന്ന് പറയും, നല്ല പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ കയ്യടി ഉണ്ടാവില്ല, കൈക്കിടയിൽ ഞാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശ്രുതിയില്ല, താളമില്ല, ലയമില്ല, ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പോൾ ചോദിക്കും, പാട്ട് പഠിക്കാത്ത ആളുകളും ഈ രംഗത്ത് വരാറുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ നമ്മുടെ ഹൃദയത്തിലേറിയ എത്രയോ വലിയ ഗായകന്മാരുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തമാശ പാട്ടുകൾ പാടും. പാരഡി എഴുതുക, പാരഡി പാടുക, അക്ഷരങ്ങൾ കൊണ്ട് തിരിച്ചു പറയുക, അക്ഷരങ്ങൾ തിരിച്ചു പാട്ട് പാടുക. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് അല്പം അന്ന് ആ കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ വഴിമാറുന്നു. കാര്യം അവർ നമ്മളെക്കാൾ സ്പീഡാണ്. യുഗം വളരെ സ്പീഡാണ്, വർത്തമാന സ്പീഡാണ്. അവർക്കൊന്നിനും സമയമില്ല. നമ്മൾ ഗഗനമായി പഠിച്ചു, ആഴ്ന്നിറങ്ങി പഠിച്ചതുകൊണ്ടും അതിലേക്ക് നിന്നതുകൊണ്ടും മാത്രമാണ് നമ്മൾ എഴുതി വെച്ച നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങൾ പലതും ഇന്ന് തെളിവില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരെന്ത് ചെയ്താലും തെളിവുണ്ട്.